വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു. അത് കൂടുതലാകുമ്പോൾ നിങ്ങൾക്ക് ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനെസ് വരുന്നു, പെയിൻ വരുന്നു. അതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വർക്കൗട്ടിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഇപ്പോഴും എല്ലാവരുടെയും ഇടയിലുണ്ട്. ആദ്യം നമുക്ക് ലാക്റ്റിക് ആസിഡ് എന്താണ്, ലാക്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു നെഗറ്റീവ് ലാക്റ്റേറ്റ് അയോണും പോസിറ്റീവ് ഹൈഡ്രജൻ അയോണും കൂടെയും ചേരുമ്പോഴാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത്. ഈ ലാക്റ്റിക് ആസിഡ് മനുഷ്യ ശരീരത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് നെഗറ്റീവ് ലാക്റ്റേറ്റ് അയോണും ആവും, പോസിറ്റീവ് ഹൈഡ്രജൻ അയോണും ആവും. സോ ഈ പോസിറ്റീവ് ഹൈഡ്രജൻ അയോണിനെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ ലാക്റ്റേറ്റ് ആണ് നമ്മുടെ ശരീരത്ത് കൂടുന്നത്, അല്ലാതെ ലാക്റ്റിക് ആസിഡ് അല്ല. സോ കുറച്ചും കൂടെ റിഫൈൻ ചെയ്ത് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്ത് ക്രിയേറ്റ് ആവുന്നത് ലാക്റ്റേറ്റ് ആണ്. ഇത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മസിൽസിന് എനർജി വേണം, ശരീരത്തിലെ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് വേണം ആ എനർജി കിട്ടാൻ. അതിനാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കോളിസിസ് വഴി ശരീരത്തിന് ATP കിട്ടുന്നു, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. നമ്മുടെ മസിൽ സെൽസ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ഈ ATP ആണ്. പക്ഷേ ഈ ATPയുടെ അളവ് തീരുമാനിക്കുന്നത് ഓക്സിജന്റെ അളവ് എത്ര നമുക്ക് ലഭിക്കുന്നു എന്നുകൊണ്ടാണ്. സോ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, അതും ഇൻറ്റൻസിറ്റി കൂടിയ എക്സസൈസ് ചെയ്യുമ്പോൾ അവിടെ ഓക്സിജന്റെ യൂസേജ് കുറയുന്നു. അവിടെ നടക്കുന്ന ഗ്ലൈക്കോളിസിസ് ആണ് അനേറോബിക് ഗ്ലൈക്കോളിസിസ്. സോ ഇവിടെ നമുക്ക് എനർജി ആയിട്ട് ATP വേണം, പക്ഷേ ഇവിടെ ഓക്സിജൻ ലെവൽസ് ലോ ആണ്. ഈ അനേറോബിക് ഗ്ലൈക്കോളിസിസിൽ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതേ ലാക്റ്റേറ്റ് ആണ്. സോ നമ്മുടെ ബ്ലഡിൽ കൂടുതലും ഉള്ളത് ലാക്റ്റേറ്റ് ആണ്. സോ ലാക്റ്റേറ്റും ലാക്റ്റിക് ആസിഡിൻ്റെയും വ്യത്യാസം മനസ്സിലായി. എക്സസൈസിൻ്റെ സമയത്ത് അനേറോബിക് ഗ്ലൈക്കോളിസിസ് വഴി ഈ ലാക്റ്റേറ്റ് എങ്ങനെ ബ്ലഡിൽ കൂടുന്നു എന്നും മനസ്സിലായി.